നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയൊരു വർഷം പിറക്കുകയാണ് 2024. അതിലെ ആദ്യ മാസമാണ് ജനുവരി മാസം. ഈ ജനുവരി മാസത്തിൽ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസത്തിലുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യാദി അഭിഷ്ട ഭാവേശൊപ്പ അശുഭോ ഭാവപുഷ്ടിന, ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴമാണ് ലഗ്നത്തിൽ ചാരവശാൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഭാവത്തിനെ പുഷ്ടിയെ കൊടുക്കുമെന്ന് പറയുന്നൊരു ഗുണമുണ്ട്. കർമാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യത്തിലൊക്കെ ശ്രദ്ധ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കാനായിട്ട് കഴിയുന്നൊരു സമയമാണ്. എന്നാലും എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളോട് കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ഈ മാസത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഗുണഫലങ്ങൾ ഉണ്ടാവും പഠനകാര്യത്തിൽ. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. പ്രത്യേകിച്ചും 15-ാം തീയതി വരെയുള്ള ജനുവരി 15-ാം തീയതി വരെയുള്ള സമയത്തിനുള്ളിൽ ഗവൺമെൻറ് ജോലിയെ ആഗ്രഹിച്ച് ലിസ്റ്റിലൊക്കെ പേര് വന്നിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ കിട്ടാൻ യോഗമുണ്ട്. തൊഴിലെടുക്കുന്നവർക്ക് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ, വരുമാനത്തിൽ വർധനവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ഈ വർഷത്തിൽ വരുമാനത്തേക്കാൾ കൂടുതൽ ഈ മാസത്തിൽ വരുമാനത്തേക്കാൾ കൂടുതൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എല്ലാ രീതിയിലും കുടുംബസംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ടും വിനോദയാത്രകൾ പോലെയുള്ള കാര്യങ്ങൾക്കും സമയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ 12-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം അനാവശ്യമായിട്ടുള്ള ചിലവ് കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവും കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. 12-ലെ രാഹു അത് കാരണം നാഗപൂജ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനും നാഗദോഷം പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ വരുന്ന 4-ാം തീയതി, മലയാളം മാസം 4-ാം തീയതി, അതായത് ജനുവരി മാസം 18-ാം തീയതി അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അതായത് ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് 18-ാം തീയതി വരെ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, വാഹന സംബന്ധമായിട്ടുള്ള ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ, ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിന് ചില തടസ്സങ്ങൾ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണെങ്കിൽ 18-ാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് നല്ല ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള ഭാഗ്യം അനുഭവിക്കാനും ഭാര്യയിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന നിലപാടുകൾക്കും ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ 18-ാം തീയതിക്ക് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് അതിന് ശേഷം യോഗമുണ്ട്. ഇപ്പോൾ കർമാധിപതി ബാധകാധിപതിയായി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. ബാധാസ്ഥാനത്തേക്ക് തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷനും പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കാനുള്ള സാധ്യതയുള്ള ഒരു മാസമായത് കാരണം കൊണ്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം വരാതിരിക്കാനും മറ്റ് പ്രേമബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. അതേപോലെ തന്നെയാണ് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഭാഗ്യത്തിന് കുറവ് വരാനുള്ള സാധ്യത. ശത്രുസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും ശത്രുസ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ ശത്രുകാരകനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിന് കുറവുണ്ടാകാനുള്ള സാധ്യതയും ഗ്യാസ്ട്രിക് പോലെയുള്ള ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ട് ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസത്തിൽ ഏറ്റവും നല്ല സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷവും അനുഭവിക്കാനായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ടും സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.